എന്റെ പ്രിയമുള്ള സഹോദരാ, എന്തായാലും ഒരു ദിവസം മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഒരു മനുഷ്യനും ആ വിഷയത്തിൽ സംശയമില്ല, ഒരാൾക്കും സംശയമില്ല. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹു തന്നെയാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് കള്ളു കുടിക്കുന്നവനും നിസ്കരിക്കുന്നവനും അല്ലാഹനെ ഭയന്ന് നടക്കുന്നവനും ധിക്കരിച്ച് നടക്കുന്നവനും എല്ലാവർക്കും ഉറപ്പാണ് ഒരു ദിവസം മരിക്കുമെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരാ, എന്നാലും മരണത്തെക്കുറിച്ച് വഅദ് പറയുന്നത് ആർക്കും കേൾക്കാൻ ഇഷ്ടമല്ല. മരിച്ച വീട്ടിൽ പോകാനും പടിയാണ്, മരിച്ച വീട്ടിൽ പോകാനും പേടിയാണ്. മരണത്തെക്കുറിച്ച് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. കാരണം എല്ലാവരും മരണത്തെ മറക്കുകയാണ്. എല്ലാവരും ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും സുഖിച്ചും മതിമറന്നും ഈ ദുനിയാവിലൂടെ നടക്കുന്നത് കണ്ടാ പടച്ചവനെ കാലാകാലം ഇവിടെ അങ്ങ് ജീവിക്കുന്നവനെ പോലെയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരി, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എങ്കിൽ കവി പറയുന്നു, കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഒരുപാട് ചിരിക്കുന്ന ഉമ്മ, ഒരുപാട് സന്തോഷിക്കുന്ന പെങ്ങള്, ഇങ്ങനെ ദുനിയാവിന്റെ മുകളിലൂടെ ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, കൂടപ്പറപ്പുകളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന വാപ്പമാരെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനെന്നറിയുമോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. എല്ലാം അല്ലാഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ തീരുമാനിച്ചതാ. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അതാ മലക്ക് വന്ന് എഴുതി വെച്ചു, എത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മുനാഫിക്കായിട്ടാണോ, ഞാൻ എങ്ങനെയാണ് മരിക്കുന്നത് വരെ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ എഴുതി വെച്ചിരിക്കുകയാ. തട്ടി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്കറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വാപ്പാ തയ്യാറെടുത്തോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മരിക്കുമെന്ന് നിനക്കറിയാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തയ്യാറെടുക്കാനാ. എന്തിനു വേണ്ടിയാ തയ്യാറെടുക്കേണ്ടതെന്നറിയുമോ? എന്തിനു വേണ്ടിയാ ഒരുങ്ങേണ്ടതെന്നറിയുമോ? സ്വർഗത്തിൽ പോകാനല്ല. എന്തിനു വേണ്ടിയാ ഒരുങ്ങേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, നമ്മളാരും ഇന്ന് വരെ മലക്കുകളെ കണ്ടിട്ടില്ല. നമ്മളാരും അല്ലാഹുവിന്റെ മലക്കുകളെ കണ്ടിട്ടില്ല. അസ്റായിൽ എന്ന മലക്കിന്റെ പേര് പറയുമ്പോഴേ നമുക്ക് പേടിയാണ്. എങ്കിലും നമ്മുടെ മലക്കുകളെ കാണുന്ന ഒരു സമയമുണ്ട്. മലക്കുകളെ റബ്ബ് തന്ന ഈ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഫകശഫിനാ അൻക ഇത്വാക ഫബസറുക അൽയൗമ ഹദീദ്. കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ 70 മുതൽ 70,000 വരെ പടച്ചവനെ ആകാശ ലോകത്ത് നിന്നൊരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ രണ്ട് കാലിൽ നടക്കുന്ന, ഒരു കാറ്റടിച്ചാ താഴെ വീഴുന്ന, ഒരു കൊതുക് കടിക്കുന്ന വേദന പോലെ സഹിക്കാൻ കഴിയാത്ത എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് അതാ ഒരു സൈന്യം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. കാണും ചെറുപ്പക്കാരാ, കാണും പെങ്ങള്, അല്ലാഹു വന്ന് നിന്റെ കണ്ണ് തുറന്നു തരികയാണ്. അണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ. എത്ര വലിയ ആരോഗ്യമുള്ളവനും പവറുള്ളവനും മിണ്ടാതെ മുന്നിൽ ഇങ്ങനെ കടന്നു കൊടുക്കുകയാണ്. മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى
റബ്ബിക യൗമഇദിനിൽ മസാക്. നിന്നെ കൊണ്ടുപോകാൻ പോകുകയാടാ. ആരെ വേണമെങ്കിലും നീ വിളിച്ചോ, രക്ഷപ്പെടുത്താ നിന്നെ കൊണ്ട് കഴിയുന്നത് മുഴുവനും നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കുകയാ. ഇത് കഥയല്ല, ഇത് സാങ്കല്പിക കഥയല്ല, ഏതെങ്കിലും നോവലിൽ എഴുതി വെച്ച കഥയല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്ന സത്യമാ. അള്ളാഹുവേ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കുകയാണ്. ഒരു വിഭാഗം മലക്കുകൾ മുട്ടുവരെ റൂഹ് കൊണ്ടുവന്നു, രണ്ടാമത്തെ വിഭാഗം മരവരെ കൊണ്ടുവന്നു, മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ കൊണ്ടുവന്നു, നാലാമത്തെ വിഭാഗം കഴുത്തിന്റെ ഭാഗം വരെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ മലക്കുകൾ മുഴുവനും എന്റെയും നിങ്ങളുടെയും കൈകാലുകൾ പിടിച്ചു വെക്കുന്ന സമയമുണ്ടല്ലോ, അതാ തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് നിന്ന് റൂഹങ്ങ് വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ. എന്തിനാ ഒരുങ്ങാ പറഞ്ഞതെന്നറിയുവോ? എന്തിനാ ഒരുങ്ങാ പറഞ്ഞതെന്നറിയുവോ? ജീവിതത്തിൽ കോടാനുകോടി പ്രാവശ്യം പറഞ്ഞ ഒരു ദിക്റുണ്ടല്ലോ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ പറയാനറിയുന്ന ഒരു ദിക്റുണ്ടല്ലോ. മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളുകുടിയനെ വരെ അറിയുന്ന ദിക്റാണ്. നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്ന് പറയുന്ന ദിക്റാണ്. പച്ചവെള്ളം പോലെ ഈ സദസ്സിലിരിക്കുന്ന സർവർക്കും അറിയുന്ന ദിക്റാണ്. ഈ ഒരേ ഒരു ദിക്റുണ്ടല്ലോ, ഈ ഒരേ ഒരു ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്റുണ്ടല്ലോ, ഇതറിയാത്ത ഒരു മുസ്ലിമുമില്ല, ഇതറിയാത്ത ഒരു മുസ്ലിമുമില്ല. ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന എന്റെ ഉപ്പയോട്, ഉമ്മയോട്, പെങ്ങളോട്, ചെറുപ്പക്കാരോട്, മോനെ നിനക്ക് ധൈര്യമുണ്ടോടാ? നീ മുസ്ലിമാണോടാ? നിനക്ക് ആണത്തമുണ്ടോ? നിനക്ക് നട്ടല്ലുണ്ടോ? എടാ എന്തിനു വേണ്ടിയാ ജീവിക്കേണ്ടതെന്നറിയോ? അവസാനമാ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹിങ്ങനെ കടന്നു വന്ന് അവിടെ നിന്ന് റൂഹങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരേ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം മറക്കാതെ ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറയാൻ കഴിയണം മോനെ. ഒരേ ഒരു പ്രാവശ്യം നിന്റെ നാവ് കൊണ്ട് പറയാൻ കഴിഞ്ഞ ദഖലൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അത് പറയുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ വിജയി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഗ്സിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതുകൊണ്ട് ഈ രാത്രി ഒരുമിച്ച് കൂടിയ, ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയ അല്ലാഹുവിന്റെ സയ്യിദന്മാരുള്ള, പണ്ഡിതന്മാരുള്ള, ഹാഫിളീങ്ങളുള്ള, ആലിമീങ്ങളുള്ള, ഹജ്ജ് ചെയ്തവരുള്ള, ഉംറ ചെയ്തവരുള്ള, 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ട മുതഅല്ലിമീങ്ങളുള്ള ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ മരണസമയത്തിലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണേ. ഇത് പറഞ്ഞിട്ട് മരിച്ചാ ദഖലൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.